നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായതോടുകൂടി വോട്ട് വിവാദം വീണ്ടും ആളിക്കത്തുകയാണ്. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ബീഹാറിൽ വലിയൊരു സമരത്തിൻ്റെ ആളിക്കത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ച ഏക സീറ്റായ തൃശ്ശൂർ മണ്ഡല വിഭാഗത്തിലായിരിക്കുകയാണ്. സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ തുടങ്ങി നിരവധി പേര് ഇരട്ട വോട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണവുമായി മുൻ കോൺഗ്രസ് MP TN പ്രതാപനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. TN പ്രതാപൻ്റെ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, സുരേഷ് ഗോപിയുടെ സഹോദരനോ ഡ്രൈവറോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലുമോ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ വോട്ട് നിയമാനുസൃതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിയമാനുസൃതം ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. രണ്ടാമത്, അവർക്ക് ഒറിജിനൽ വോട്ടുണ്ടായിരുന്ന തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ആ വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതായത് ഇരട്ട വോട്ടുകളാണോ എന്നുള്ളത്. മൂന്നാമത്തെ സംഗതി, അവരുടെ പേരിലുള്ള കൊല്ലത്തെയോ തിരുവനന്തപുരത്തെയോ മറ്റു സ്ഥലങ്ങളിലെ വോട്ടുകൾ ആരെങ്കിലും പോൾ ചെയ്തോ എന്നുള്ളത്. അങ്ങനെ അവരുടെ പേരിലുള്ള വോട്ടുകൾ അവരുടെ ഒറിജിനൽ അഡ്രസ്സിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുന്നു. അതേസമയം അവരുടെ വോട്ടുകൾ ഒരു സ്ഥലത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അത് തൃശ്ശൂർ മാത്രമാണെങ്കിൽ അവരുടെ വോട്ടുകൾ നിയമാനുസൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നതാണെങ്കിൽ ഇതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സവും ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. അതേസമയം ധാർമ്മികമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അവർ സ്വാഭാവികമായി കൊടുക്കേണ്ട ഒരു സത്യവാങ്മൂലമുണ്ട്, ഇന്ത്യയിൽ മറ്റൊരിടത്ത് അവർക്ക് വോട്ടില്ലെന്ന്. അങ്ങനെ ഒരു സത്യവാങ്മൂലം അവർ കൊടുത്തോ, അവർക്ക് ഒറിജിനലായിട്ട് വോട്ടുള്ള മറ്റ് ഏതെങ്കിലും മണ്ഡലത്തിലെ വോട്ട് റദ്ദാക്കാൻ വേണ്ടി അവർ അപേക്ഷ നൽകിയോ, അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനവർ സമാധാനം പറയേണ്ടതുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ TN പ്രതാപൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയത്തെ സംബന്ധിച്ചുള്ള ആരോപണം ഗൗരവമേറിയത് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് നമ്മൾ അറിയാൻ പോവുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് കത്തിച്ചു വിട്ട ഈ ഒരു വോട്ട് വിവാദം ഇന്ത്യ മുഴുവൻ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ആരോപണം ഒരൊറ്റഘട്ടത്തിൽ നിൽക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടുകൾ കടന്നുകൂടി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ കടന്നുകൂടി. അത് പലതരത്തിലാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരേ പേരിലെ ഒരേ വിലാസത്തിൽ ഒന്നിലേറെ വോട്ടുകളെ, ഒരേ ഫോട്ടോ ഉപയോഗിച്ച് പല വിലാസത്തിൽ വോട്ടുകളെ, പിന്നെ ഒരേ സ്ഥലത്തെ ഒരേ അഡ്രസ്സിൽ ആൾതാമസമില്ലാത്ത ചില വീടുകളിൽ, ബാംഗ്ലൂരിൽ അതാണ് സംഭവിച്ചത്. ഒരു ഫാമിലിക്ക് പോലും രണ്ടു പേർക്ക് പോലും താമസിക്കാൻ സൗകര്യമില്ലാത്തൊരു വീടിൻ്റെ വിലാസത്തിൽ 10, 40, 50, 60 വോട്ടുകൾ രജിസ്റ്റർ ചെയ്യുക, ലിസ്റ്റിൽ കടന്നുകൂടുക. അത്തരം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ വോട്ടുകൊള്ള നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു തർക്കം നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നു. രേഖാമൂലം പരാതി നൽകുന്നതിന് മുമ്പായി തനിക്ക് ഡീറ്റെയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഈ ഡീറ്റെയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം. ഡീറ്റെയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയാൽ താൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം കള്ളവോട്ട് നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് തനിക്ക് നൽകാൻ കഴിയും എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഈ കള്ളവോട്ടിനെതിരായിട്ട് രേഖാമൂലം പരാതി നൽകിക്കഴിഞ്ഞു, അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അടുത്ത ഘട്ടമായി രേഖാമൂലമായ പരാതിയിലേക്ക് കടക്കുകയാണെന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടന്ന വിവാദം, കേരളത്തിൽ ഏകദേശം 38,000 വോട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ കോടതി ഇടപെട്ട് നീക്കം ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് ആരോപിച്ചത് 4 ലക്ഷം വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായി കടന്നുകൂടിയെന്നാണ്. എങ്കിൽ ബാക്കി വോട്ടുകളുടെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എന്ത് ചെയ്തു? അതിനുശേഷം ഒരു പാർലമെന്റ് ഇലക്ഷൻ കടന്നുപോയി. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തോ? മാത്രമല്ല, ഇങ്ങനെ അനധികൃതമായ വോട്ടുകൾ എങ്ങനെ ഉണ്ടായി? അവയെല്ലാം അനർഹമായ രീതിയിലുണ്ടായ വോട്ടുകളാണെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഇതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. 2021 ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നത് ടിക്കാറാം മീണയായിരുന്നു. ടിക്കാറാം മീണ അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടുകൾ കടന്നുകൂടി എന്ന് പരസ്യമായി തന്നെ സമ്മതിക്കുകയുണ്ടായി.
പക്ഷെ അത് സമ്മതിച്ചതോടുകൂടി അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു മൂലക്കിരുത്തപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ കാര്യമായ വോയിസ് ഒന്നും ഉണ്ടാവില്ല. സഞ്ജയ് കൗൾ എന്ന് പറയുന്ന മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ഇലക്ഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായി രംഗത്ത് വന്ന് അദ്ദേഹമാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഞാൻ ശ്രീ ടിക്കാറാം മീണയെ രാജസ്ഥാനിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോണിൽ സംസാരിച്ചു. അപ്പോഴും അദ്ദേഹം ആ വിവാദത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് കൂടുതലൊന്നും പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നു. കൂടുതൽ ഞാനിപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയതുകൊണ്ട് എനിക്കതേക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. എന്തായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായിട്ട് പേരുകൾ വന്നത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ വന്നത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്നു എന്നുള്ളത് കൊണ്ടും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അത് പരിഹരിക്കാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനുകൂടി ഉത്തരം തേടിക്കൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ വിവാദത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ കഴിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.